കേരളത്തിലെ ഒരു ചെറിയ വീട്ടിൽ ഖദീജ എന്ന 5 വയസ്സുകാരി ഉണ്ടായിരുന്നു. അവളുടെ അപ്പിയുടെ മകൻ 1.5 വയസ്സുകാരൻ അനുജൻ സയാൻ വീട്ടിലേക്ക് വന്ന ദിവസമായിരുന്നു അന്ന്. ഖദീജ ഒരു മിടുക്കിയും കുസൃതിക്കാരിയുമായിരുന്നു. സയാൻ ആകട്ടെ ഓടി നടന്ന് കാര്യങ്ങൾ കണ്ടറിയാൻ ഇഷ്ടപ്പെടുന്ന ഒരു കൊച്ചു വിരുദനും. അന്ന് രാവിലെ ഖദീജയുടെ ഉമ്മ ജനലിലൂടെ "മക്കളെ, കളിക്കാൻ ഇറങ്ങിക്കോളൂ, ഒരുപാട് വെയിൽ കൊള്ളണ്ട" എന്ന് പറഞ്ഞു വിളിച്ചു. ഖദീജയും സയാനും സന്തോഷത്തോടെ മുറ്റത്തേക്കിറങ്ങി. മുറ്റം നിറയെ ചെടികളും പൂക്കളും ചിത്രശലഭങ്ങളും തുമ്പികളും ഒക്കെ ഉണ്ടായിരുന്നു. "സയാൻ, വാ, നമുക്ക് പൂമ്പാറ്റകളെ പിടിക്കാം," ഖദീജ കൊഞ്ചിച്ചു പറഞ്ഞു. സയാൻ "പ പ" എന്ന് പറഞ്ഞ് ചിരിച്ച് ചിരിച്ച് പൂമ്പാറ്റകളുടെ പിന്നാലെ ഓടി. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ മുറ്റത്തിന്റെ ഒരു മൂലയിലുള്ള മാവിൻ ചുവട്ടിൽ ചുവന്ന പട്ടുപോലെ രോമങ്ങളുള്ള ഒരു പൂച്ച ഇരിക്കുന്നത് അവർ കണ്ടു. സാധാരണ പൂച്ചകളെ പോലെ അല്ലായിരുന്നു. അവനൊരു പ്രത്യേക ഗാംഭീര്യമുണ്ടായിരുന്നു. അവന്റെ വലിയ പച്ച കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. "ദേ, ഒരു പൂച്ച," ഖദീജ സന്തോഷത്തോടെ പറഞ്ഞു. അവൾ പതിയെ പൂച്ചയുടെ അടുത്തേക്ക് ചെന്നു. സയാൻ ഖദീജയുടെ പിന്നാലെ പിച്ച വെച്ച് വന്നു. "ഹലോ കുഞ്ഞേ." പെട്ടെന്നുള്ള ആ ശബ്ദം കേട്ട് ഖദീജ ഞെട്ടി പിന്നോട്ട് മാറി. സയാൻ ഖദീജയുടെ കാലിൽ മുറുകെ പിടിച്ചു. "അയ്യോ, ആരാ അത്?" ഖദീജ ഭയത്തോടെ ചോദിച്ചു. പൂച്ച ഒരു വളഞ്ഞ ചിരിയോടെ ഖദീജയെ നോക്കി. "ഞാനാണടി ഈ പൂച്ച. എന്റെ പേര് മീനു." ഖദീജയ്ക്കത് വിശ്വസിക്കാനായില്ല. ഒരു പൂച്ച സംസാരിക്കുന്നു. അവൾ കണ്ണ് തിരുമ്മി ഒന്നൂടെ നോക്കി. പൂച്ച അവളെ തന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. പൂച്ചകൾ സംസാരിക്കില്ലല്ലോ. ഖദീജയുടെ കുഞ്ഞു മനസ്സിൽ നിറയെ സംശയങ്ങളായി. "അത് സാധാരണ പൂച്ചകൾ. ഞാനൊരു മാന്ത്രിക പൂച്ചയാ എന്റെ കുഞ്ഞേ. ഈ വീട്ടിലെ ഒരു അതിഥിയാണ് ഞാൻ," മീനുപൂച്ച പറഞ്ഞു. സയാനാകട്ടെ പൂച്ചയെ നോക്കി കൗതുകത്തോടെ ചിരിക്കുന്നുണ്ടായിരുന്നു. അവന് പേടിയൊന്നും തോന്നിയില്ല. "പൂച്ച, പൂച്ച," അവൻ കൈകൾ നീട്ടി വിളിച്ചു. "അതെ, ഇത് മീനുപൂച്ച," ഖദീജ സയാന് പരിചയപ്പെടുത്തി. "നിങ്ങൾ എന്തിനാ ഇവിടെ കളിക്കുന്നത്?" മീനുപൂച്ച ചോദിച്ചു. "ഞങ്ങൾ കളിക്കാൻ ഇറങ്ങിയതാ. നിനക്ക് ഞങ്ങളുടെ കൂടെ കളിക്കണോ?" ഖദീജ ചോദിച്ചു. "ഓ, പിന്നെന്താ. ഞാൻ കുറേ കാലമായി ഒറ്റയ്ക്കായി ഇവിടെ. ആരും എന്നെ ശ്രദ്ധിക്കാറില്ല," പൂച്ച സങ്കടപ്പെട്ടു. അങ്ങനെ ഖദീജയും സയാനും മീനുപൂച്ചയും കൂട്ടുകാരായി. മീനുപൂച്ച അവരോട് ഒരുപാട് കഥകൾ പറഞ്ഞുകൊടുത്തു. കാടിന്റെയും അവിടുത്തെ മൃഗങ്ങളെയും കുറിച്ചുള്ള രസകരമായ കഥകൾ. മാന്ത്രിക പൂന്തോട്ടങ്ങളെക്കുറിച്ചും അവിടുത്തെ പൂക്കളെക്കുറിച്ചും അവൻ വർണ്ണിച്ചു. ഖദീജ അത്ഭുതത്തോടെ അവന്റെ കഥകൾ കേട്ടു. സയാൻ പൂച്ചയുടെ രോമത്തിൽ തലോടിക്കൊണ്ട് അവനോടൊപ്പം ചിരിച്ചു. "എനിക്ക് പറക്കാൻ അറിയാമായിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ ആ മാന്ത്രിക പൂന്തോട്ടം കാണിക്കുമായിരുന്നു," മീനുപൂച്ച നെടുവീർപ്പിട്ടു. "സത്യം, നിനക്ക് പറക്കാൻ കഴിയുമോ പൂച്ചേ?" ഖദീജ ആകാംക്ഷയോടെ ചോദിച്ചു. "ഒരു കാലത്ത് കഴിയുമായിരുന്നു. ഇപ്പോൾ എനിക്ക് എന്റെ മാന്ത്രിക ശക്തിയെല്ലാം നഷ്ടപ്പെട്ടു. അത് തിരിച്ചു കിട്ടണമെങ്കിൽ ഒരാൾ എന്നെ സത്യസന്ധമായി സ്നേഹിക്കണം," പൂച്ചയുടെ വാക്കുകളിൽ നേരിയ വിഷാദം. "ഞാൻ നിന്നെ സ്നേഹിക്കുമല്ലോ പൂച്ചേ. ഞങ്ങൾ നിന്റെ കൂട്ടുകാരാണല്ലോ," ഖദീജ പൂച്ചയെ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചു. സയാൻ പൂച്ചയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. പെട്ടെന്നാണ് മാവിൻ ചുവട്ടിൽ നിന്നൊരു പ്രകാശമുയർന്നത്. മീനുപൂച്ചയുടെ കണ്ണുകൾ കൂടുതൽ തിളങ്ങി. അവന്റെ രോമങ്ങൾ സ്വർണ്ണ നിറമായി മാറി. "എന്റെ മാന്ത്രിക ശക്തി തിരിച്ചു കിട്ടി. നിങ്ങളാണ് എന്റെ മാന്ത്രിക ശക്തി തിരികെ നൽകിയത് എന്റെ കുഞ്ഞു കൂട്ടുകാരെ. നമുക്ക് ആ മാന്ത്രിക പൂന്തോട്ടത്തിലേക്ക് പോകാം." മീനുപൂച്ച പതിയെ ആകാശത്തേക്ക് ഉയർന്നു. അവൻ ഖദീജയെയും സയാനെയും തന്റെ പുറത്തു കയറ്റി. അവർ ആകാശത്തിലൂടെ പറന്നു നീങ്ങുമ്പോൾ താഴെ വീടുകളും മരങ്ങളും പാടങ്ങളും ചെറുതായി കാണാമായിരുന്നു. അങ്ങനെ ഖദീജയും സയാനും അവരുടെ സംസാരിക്കുന്ന പൂച്ച മീനുവിനൊപ്പം മാന്ത്രിക പൂന്തോട്ടത്തിലേക്ക് യാത്രയായി. അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ദിവസമായിരുന്നു അത്. സ്നേഹവും സൗഹൃദവും കൊണ്ട് മാന്ത്രികതയെ തിരിച്ചു പിടിച്ച ആ 3 പേർ ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച് മുന്നോട്ടുപോയി.